പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ജിജി കലാമന്ദിർ. ഒരു ലോക നാടക ദിനം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നാടകം ചെലുത്തിയ സ്വാധീനം എന്താണെന്ന്. ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിലെത്തി കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായ ശ്രീമാൻ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം, തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പരമപിള്ള പ്രധാന കഥാപാത്രമായി വരുന്ന ആ നാടകത്തിൽ ഒടുവിൽ ഈ ജാഥ ഞാൻ തന്നെ നയിക്കും, ആ കൊടി എൻ്റെ കയ്യിലേക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് ചെങ്കൊടി വാങ്ങിച്ച് ബൂർഷ്വാ സ്വഭാവമുള്ള അന്നത്തെ സമൂഹത്തിനെതിരെ പടപൊരുതാൻ ഇറങ്ങി പുറപ്പെട്ട പരമപിള്ള എന്ന മധ്യവർഗ മലയാളിയുടെ പ്രതിനിധി. അത് ഒരു ചരിത്രമായി മാറുകയായിരുന്നു ആ നാടകം. ആ നാടകം സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം, ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിധിവരെ ഇടതുപക്ഷ സർക്കാർ നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ബാലറ്റിലൂടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാടകം അത്ര ശക്തമായി സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമയും നാടകവും. സിനിമ എപ്പോഴും നീളം ഗുണം വീതി എന്ന് പറയുന്ന ഒരു റേഷ്യോ സ്ക്രീൻ, ഒരു 2D സ്ക്രീനാണ് സിനിമ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഐമാക്സ് ആയിക്കോട്ടെ, സാധാരണ തിയേറ്റർ ആയിക്കോട്ടെ, ഏതായിരുന്നാലും സ്ക്രീൻ എപ്പോഴും 2D സ്പേസാണ്. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ നാടകത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സ്വാതന്ത്ര്യം അതിനകത്തുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു അവശേഷിപ്പ് പോലെ ഇന്നും തുടരുന്ന ഒരു പ്രൊസീനിയം ഫോർമാറ്റ്, ഈ പറയുന്ന ഒരു 2D ഇമ്പാക്റ്റ് തന്നെയാണ് അതിലും ഉണ്ടാകുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഫ്രെയിം, ആ ഫ്രെയിമിനകത്ത് നിന്ന് അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു ബ്രിട്ടീഷ് സംസ്കൃതിയുടെ ഒരു തിരിശേഷിപ്പ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പ്രൊസീനിയം ഫോർമാറ്റ്, അതിൻ്റെ നിയതമായ കെട്ടുപാടുകൾ, അതിൻ്റെ റെസ്ട്രിക്ഷൻസ്, അതിൻ്റെ അരുതുകളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരുതരം അരീന തിയേറ്റർ സങ്കല്പം, ത്രസ്റ്റ് തിയേറ്റർ സങ്കല്പം ഒക്കെ സിനിമയേക്കാൾ കൂടുതൽ സാങ്കേതികപരമായിട്ട് നാടകത്തിന് കുറച്ചും കൂടി അവതരണത്തിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ നാടകം ജനകീയമായത്, കേരളത്തിൽ നാടകം ജനകീയമായത് ഒരിക്കലും പരീക്ഷണ നാടകങ്ങളിലൂടെയോ അല്ലെങ്കിൽ അമച്വർ നാടകങ്ങളിലൂടെയോ അല്ല. കേരളത്തിൽ നാടകം എന്ന് പറയുന്ന കലാരൂപം ജനകീയമായത് അത് പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ തന്നെയാണ്, അതായത് കച്ചവട നാടകങ്ങളിലൂടെ തന്നെയാണ്. ഈ പറയുന്ന നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകവും ഇപ്പോഴും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ ദിവസം കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ ഒക്കെ തിരുവനന്തപുരത്ത് ആ നാടകം അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ നാടകം പ്രൊഫഷണൽ നാടകമാണ്, തൊഴിൽ നാടകവേദിയുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. പക്ഷേ അത് ഉണ്ടാക്കിയ ഒരു സാമൂഹിക പരിവർത്തനം അത്രത്തോളം നേരിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ ആ നാടകത്തിന് അന്ന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു മാസ് മീഡിയ, പോപ്പുലർ കൾച്ചർ നോക്കുമ്പോൾ ഒരു മൂന്നാം ലോക രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാടകത്തിനേക്കാൾ മുകളിൽ പോപ്പുലർ കൾച്ചർ എന്നുള്ള രീതിയിൽ സിനിമ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ സിനിമ സാധാരണ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നതിനപ്പുറം നാടകം സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തെരുവ് സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം, തെരുവ് നാടകം നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെരുവ് നാടകം എന്ന് പറയുന്നത് തെരുവുകളിലേക്ക് നാടകം എന്ന് പറയുന്ന കലാരൂപവുമായി ഇറങ്ങിച്ചെന്ന്, പ്രേക്ഷകരിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് സമൂഹത്തെ നവോത്ഥാനപ്പെടുത്താൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന നാടകത്തിൻ്റെ പരിശ്രമത്തിൻ്റെ പാഠഭേദമാണ് ഈ പറയുന്ന തെരുവ് നാടകം. പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്ന
സാങ്കേതികപരമായിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒന്നാണ് തെരുവ് നാടകങ്ങൾ. അതായത് തെരുവിൻ്റെ ഒരു മൂലയിൽ അവതരിപ്പിക്കുന്നതല്ല, തെരുവിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദ പോസിബിലിറ്റീസ് ഓഫ് എ സ്ട്രീറ്റ് എന്നുള്ളതാണ് തെരുവ് നാടകം. അവിടെ ഒരു പെട്ടിക്കട ഉണ്ടെങ്കിൽ ആ പെട്ടിക്കട നടത്തുന്ന ചേട്ടനോട് നമ്മൾ പോയി സംസാരിക്കുകയും അതുവഴി പോകുന്നൊരു വാഹനത്തിനകത്ത് കയറി ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരോട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിൽ തെരുവിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നാടകങ്ങളെയാണ് തെരുവ് നാടകങ്ങൾ എന്ന് വിവക്ഷിക്കപ്പെടേണ്ടത്. പലപ്പോഴും നമ്മൾ കാണുന്ന തെരുവ് നാടകങ്ങൾ തെരുവിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഈ പറഞ്ഞ ഒരു പ്രൊസീനിയം ഫോർമാറ്റിൽ തന്നെ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് നമ്മൾ കാണുന്നത്. സങ്കേതം എന്തോ ആയിക്കോട്ടെ, സങ്കേതത്തിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ തെരുവ് നാടകം എന്ന് പറയുന്ന ഒരു സങ്കേതം നമ്മൾ നാടകക്കാർക്കുണ്ട്. നമ്മളിൽ പലരും തെരുവ് നാടകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, നടനായും എഴുത്തുകാരനായും സംവിധായകനായും ഒക്കെ. പക്ഷെ തെരുവ് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ അറിവിൽ ഇല്ല. സിനിമ രണ്ട് രീതിയിലാണ്. ഒന്ന് കലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സിനിമ, ഒന്ന് കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്ന സിനിമ. കലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സിനിമ അപ്പോഴും അതിനകത്ത് അംഗീകാരം അല്ലെങ്കിൽ പ്രശസ്തി എന്നൊക്കെ പറയുന്നൊരു സാധനം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിനെ കുറ്റം പറയാൻ ആളല്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കുറേ പ്രൊഫഷണൽ നാടകങ്ങളുടെ, തൊഴിൽ നാടകവേദിയുടെ ഭാഗമായിട്ടുള്ള പ്രൊഫഷണൽ നാടകങ്ങളുടെ പോസ്റ്ററുകൾ കാണാൻ ഞാൻ ഇടയായി. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ സാധാരണ ചായക്കടകൾക്കകത്ത്, അമ്പലത്തിന് തൊട്ടടുത്തുള്ളൊരു ചായക്കട അല്ലെങ്കിൽ പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു ചായക്കട, അവിടെയൊക്കെ ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുമായിരുന്നു. അതിനൊരു തനതായിട്ടുള്ള നാടക പാരമ്പര്യത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്സ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് സിനിമ പോസ്റ്ററുകൾ പോലെ ഔട്ട്ഡോർ പോയി, ഇപ്പോൾ ഒരു ജീപ്പിൽ നായകനും നായികയും സഞ്ചരിക്കുന്നതാണെങ്കിൽ ഔട്ട്ഡോർ പോയി ജീപ്പിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ വെച്ച് ഡിസൈൻ ചെയ്ത് സിനിമ പോസ്റ്ററിനെ പോലെയാണ് നാടകത്തിൻ്റെ പോസ്റ്ററുകൾ വരുന്നത്. പോസ്റ്ററുകളിൽ മാത്രമല്ല, നാടകം പലപ്പോഴും സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൻ്റെ മുന്നിൽ, ഒരു ഡിജിറ്റൽ ആർട്ടിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. വലിയ LED വാളുകളിൽ വലിയ വലിയ ഡിജിറ്റൽ വിഷ്വലുകൾ വരികയും, മാക്സിമം 6 അടിയാണ് മനുഷ്യൻ്റെ, 6 ചില്ലറ എന്നൊക്കെ പറയാം, അത്രയുള്ള കൊച്ചു മനുഷ്യന്മാർ തത്സമയം അരങ്ങിൽ നിൽക്കുമ്പോൾ പിന്നിലുള്ള വലിയ LED വാളുകളിൽ വലിയ വലിയ വിഷ്വലുകൾ വന്ന് വീഴുമ്പോൾ ഈ അരങ്ങിൽ നിൽക്കുന്ന അഭിനേതാക്കൾ തീരെ ചെറുതായി പോകുന്നു, തീരെ അവഗണിക്കപ്പെട്ടവരായി തോന്നുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അക്കാഡമിക്കലായിട്ട് നാടകത്തിൻ്റെ രീതിശാസ്ത്രവും രംഗശാസ്ത്രവും പഠിക്കുകയും അതുപോലെ തന്നെ മീഡിയയുടെ, മാധ്യമത്തിൻ്റെ, ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യതകളുടെ അക്കാഡമിക്കൽ പഠനവും കഴിഞ്ഞൊരു മനുഷ്യനാണ് ഞാനും നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും സിനിമയുടെ സാധ്യതകൾ നാടകത്തിൽ ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ ഒരു നാടകത്തിലും LED വാളോ അല്ലെങ്കിൽ ഡിജിറ്റൽ വിഷ്വലുകളുടെ മായിക പ്രപഞ്ചമോ തീർക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നാടകം അനന്തസാധ്യമായ ഒരു കലയാണ്. അവിടെ ഈ പറയുന്ന ഡിജിറ്റൽ ഇമേജുകൾക്ക് സ്ഥാനമില്ല. നാടകം സ്വന്തം സ്വത്തും തിരയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നാടകത്തിൻ്റേതായ ഭാഷയിൽ പറയാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം എന്ന് പറയുന്നു. ഒരിക്കലും നാടകം സിനിമ എന്ന് പറയുന്ന ഒരു നമ്മുടെ പോപ്പുലർ കൾച്ചറിൻ്റെ മാസ് മീഡിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ 3-ാം ലോക രാജ്യമായിട്ടുള്ള, അവികസിത രാജ്യമായിട്ടുള്ള ഒരു രാജ്യത്തിൽ, ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ ജനിച്ചു പോയി എന്നതുകൊണ്ട് നാടകക്കാരായ നമ്മൾ ഒരിക്കലും സിനിമയെ നാടകം ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യരുത്. സിനിമയെ സ്നേഹിക്കാം, സിനിമയെ ഇഷ്ടപ്പെടാം, സിനിമ കാണാം, സിനിമ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ നാടകം ചെയ്യുമ്പോൾ നാടകമായിട്ട് തന്നെ ചെയ്യുക. സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിനെ ഏതോ മഹത്തായ സംഭവമാണ് സിനിമ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് നാടകത്തെ സിനിമയാക്കാതിരിക്കുക. നാടകത്തെ സിനിമ ആക്കാതിരിക്കുക. അത് പോസ്റ്ററിൻ്റെ കാര്യത്തിലായിരുന്നാലും അവതരണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും സാങ്കേതികതയുടെ കാര്യത്തിലായിരുന്നാലും നാടകം ഒറ്റയ്ക്ക് നിൽക്കുന്ന ശക്തമായ കലാരൂപം തന്നെയാണ്.
എന്ന് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഞാൻ കുറേ നാടകങ്ങൾ കണ്ടു. ഈ പറയുന്ന തൊഴിൽ നാടകവേദിയുടെ ഭാഗമായിട്ടുള്ള, ഞാൻ കച്ചവട നാടകവേദി എന്നുള്ളൊരു വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കുന്നു. തൊഴിൽ നാടകവേദിയുടെ ഭാഗമായിട്ടുള്ള നാടകങ്ങളിൽ പലതും ഈ പറയുന്ന സിനിമാറ്റിക് എലമെൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജ് സിനിമ എന്നൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. എന്തിന്? നാടകമായി തന്നെ നിൽക്കട്ടെ, അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നാടകം, ലൈവ് ആർട്ടായിട്ടുള്ള തത്സമയ കലയായിട്ടുള്ള നാടകം കാലത്തിൻ്റെ എല്ലാ കുത്തൊഴുക്കുകളെയും, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്ന് പറയുന്ന അവസ്ഥയല്ല. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ഞാനീ ചേര തിന്നില്ല, ഞാനീ ചേര കഴിക്കില്ല, എനിക്ക് ചേര കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ മനോഹാരിതയിലാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത്. നാടകമായി തന്നെ നിങ്ങൾ അവതരിപ്പിക്കുക, ഒരിക്കലും സിനിമയാക്കാനായി വ്യഗ്രതപ്പെടാതിരിക്കുക. നാടകത്തിന് അതിശക്തമായൊരു ഭാഷയുണ്ട്, അതിശക്തമായൊരു സാങ്കേതികതയുണ്ട്, അതിശക്തമായൊരു സമ്പ്രദായമുണ്ട്, അതിശക്തമായൊരു പാരമ്പര്യമുണ്ട്. നാടകത്തിനെ ദയവ് ചെയ്ത് സിനിമയുടെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി കെട്ടാതിരിക്കുക എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നന്ദി.